നമസ്കാരം. ചലച്ചിത്ര ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതീക്ഷിച്ച WCPOയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സിവിൽ പോലീസ് ഓഫീസറിൽ ഒന്ന് WCPO, മറ്റൊന്ന് CPO, സിവിൽ പോലീസ് ഓഫീസർ, രണ്ട് നോട്ടിഫിക്കേഷനാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിൽ WCPOയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി സിവിൽ പോലീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത സൈക്കിളിൽ വരുമെന്നുള്ള കാര്യം ഇന്ന് കഴിഞ്ഞ ആഴ്ച ചേർന്ന PSC യോഗ മീറ്റിംഗിന്റെ തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ PSC എടുത്തു പറഞ്ഞിരുന്നു. 69 നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. 69 നോട്ടിഫിക്കേഷൻസിൽ സിവിൽ പോലീസ് ഓഫീസറും അതുപോലെ തന്നെയാണെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഉൾപ്പെടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും വനിതാ പോലീസ് കോൺസ്റ്റബിൾ WCPOയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് 552/2024. അതിന് ഡീറ്റെയിൽസോട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇയർ എൻഡിന്റെ ഭാഗമായിട്ട് ചലഞ്ചർ ആപ്പിൽ 75% എല്ലാ കോഴ്സുകൾക്കും 70% ഓഫർ നൽകുന്നുണ്ട്. CPO, WCPO, സെക്കൻഡറി അസിസ്റ്റന്റ് ഉൾപ്പെടെ HSC കോഴ്സുകൾ ഉൾപ്പെടെ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും 75% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഇയർ എൻഡിന്റെ ഭാഗമായിട്ട് ഇന്നും നാളെയും മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാക്സിമം പ്രയോജനപ്പെടുത്താം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പറിൽ 62 38 26 25 30 എന്ന് പറയുന്ന നമ്പറിലോ അല്ലെങ്കിൽ 99 46 65 61 64 എന്ന് പറയുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. CPO 582/2024 എന്നുള്ള കാറ്റഗറി നമ്പർ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള പോലീസ് വനിതാ പോലീസ് കോൺസ്റ്റബിൾ വനിതാ പോലീസ് ബറ്റാലിയൻ ആണ്. 31,100 തൊട്ട് 66,800 ആണ് ഇതിന്റെ ശമ്പള സ്കെയിൽ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്. സാധാരണ പോലെ തന്നെയാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറഞ്ഞിരിക്കുന്നു, ഈ വിജ്ഞാപന പ്രകാരം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളും പുരുഷന്മാരായ ഉദ്യോഗാർത്ഥികളും ഈ തസ്തികയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരല്ല. വനിതാ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വനിതാ പോലീസ് ബറ്റാലിയൻ വഴി മാത്രം നടത്തുന്നതും ജില്ലകളിൽ ഉണ്ടാകുന്ന പ്രസ്തുത തസ്തികകളിലെ ഒഴിവുകളിലേക്കും ഈ ബറ്റാലിയനിൽ നിന്നും അഡ്വൈസ് അല്ലെങ്കിൽ റാങ്ക് സീനിയോറിറ്റി ക്രമത്തിൽ വനിതാ സേനാംഗങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നതുമാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഈ തസ്തിക നിലവിൽ വരുന്ന റാങ്ക് പട്ടികയ്ക്ക് അത് നിലവിൽ വരുന്ന തീയതി മുതൽ 1 വർഷം കാലാവധി ഉണ്ടായിരിക്കും. അതായത് അടുത്ത വർഷം നമുക്ക് വർഷാവർഷം നടക്കുന്ന പോലെ തന്നെ അടുത്ത വർഷം ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഈ റാങ്ക് ലിസ്റ്റും 1 വർഷം തന്നെയാണ് കാലാവധി പറഞ്ഞിരിക്കുന്നത്. റാങ്ക് പട്ടികയുടെ കാലാവധിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്ക് നിയമന ശുപാർശ നടത്തുന്നതാണ്. ഇനി ഇതിന് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. 18 തൊട്ട് 26 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. എടുത്തു പറഞ്ഞിട്ടുണ്ട് 2/1/1998 1/1/2006 ഇടയിൽ ജനിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇനി OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും 29 വയസ്സും SC ST വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 31 വയസ്സും ഒക്കെ അവർക്ക് ഉയർന്ന പ്രായപരിധിയിലൊക്കെ ഈ നിയമാനുസൃതമായിട്ടുള്ള വയസ്സിൽ അവർക്ക് ഉണ്ടായിരിക്കും. അതായത് 29 വയസ്സ് വരെ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 31 വയസ്സ് വരെ ഈ SC ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ +2 പരീക്ഷ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ തത്വല്യം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. +2 ആണ് ഇതിന്റെ യോഗ്യത. ഇനി ഇതിന്റെ ശാരീരിക യോഗ്യതകൾ എന്ന് പറയുന്നത് കുറഞ്ഞത് 157 സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 150 സെന്റിമീറ്റർ ഉയരം മതിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ പുരുഷന്മാരെ പോലെ ചെസ്റ്റിന്റെ അളവോ കാര്യങ്ങളൊന്നും ഇതിന് ബാധകമല്ല. ഉയരം മാത്രമേ കണക്കാക്കാറുള്ളൂ. 157 സെന്റിമീറ്റർ അല്ലെങ്കിൽ 150 സെന്റിമീറ്ററുമാണ് SC ST വിഭാഗക്കാർക്ക്. ഇനി ശാരീരിക ക്ഷമതയും കാഴ്ചശക്തിയും ഇത് രണ്ടും ഇതിന്റെ ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് അതിനു മുമ്പ്. അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ കാഴ്ചശക്തി പരിശോധന നടക്കുന്നതായിരിക്കും. അപ്പോൾ കാഴ്ചശക്തി വലത് കണ്ണ് ഇടത് കണ്ണ് ദൂര കാഴ്ച സമീപ കാഴ്ച രണ്ടും ഇവിടെ എത്രയാണ് റിക്വയർമെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണെങ്കിൽ ഇതിന്റെ ശാരീരിക ക്ഷമത, അതായത് ഫിസിക്കൽ ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ OMR ടെസ്റ്റ് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്ന ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ആ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകുന്ന ഉദ്യോഗാർത്ഥികളുടെ മെഡിക്കലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറുള്ളൂ. അപ്പോൾ ഇതിന് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാം. മാത്രമല്ല ഇന്ന് ചലഞ്ചർ ആപ്പിൽ 75% ഡിസ്കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് മാക്സിമം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു കോഴ്സ് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആപ്പിന്റെ ഹോം പേജിൽ സിവിൽ പോലീസ് ഓഫീസർ എന്ന പേരിൽ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. CPOക്കും WCPOക്കും രണ്ടിനും കൂടിയുള്ള കോഴ്സാണ്. രണ്ടിനും ഒരേ സിലബസ് ആണ്. മാറിയ സിലബസ് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ ഉദ്യോഗാർത്ഥികളും ആപ്പിന്റെ ഹോം പേജിലുള്ള ഈ കോഴ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സിലബസ് അടിസ്ഥാനത്തിലുള്ള കണ്ടന്റുകൾ പഠിച്ചു തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫറിന്റെ ആരും മറക്കാൻ നിൽക്കേണ്ട. ഇന്നും നാളെ ആയിക്കൊണ്ട് മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.